ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഉപ്പൂറ്റി വേദന പണ്ടൊക്കെ വയസ്സായവർ, ഒരു 50-55 വയസ്സ് കഴിഞ്ഞവരിൽ ബാധിച്ചിരുന്ന ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റി വേദന. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതൽ. ഒരല്പം ഭാരം കൂടുതലുണ്ടെങ്കിൽ ഒരു 20-22 വയസ്സ് തുടങ്ങിയിട്ടുള്ള യുവാക്കളിലും യുവതികളിലും ഈ ഉപ്പൂറ്റി വേദന ഭയങ്കര പ്രശ്നമാണ്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാദം നിലത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഉപ്പൂറ്റിയിൽ സൂചി വെച്ച് കുത്തുന്നവരുള്ള ഭയങ്കര വേദനയാണ്. കുറച്ച് നേരം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഈ വേദന കുറയുന്നതാണ്. അതേപോലെ ഇപ്പോൾ ഓഫീസിലൊക്കെ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നു, അതിനുശേഷം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം മുടന്തി നടന്നാൽ മാത്രമേ ഈ വേദന മാറത്തുള്ളൂ. പല വഴികൾ ചെയ്തു നോക്കുക, ഒരു പെയിൻ കില്ലർ കഴിച്ചു നോക്കും, മരുന്നുകൾ കഴിച്ചു നോക്കും, എന്നിട്ടും ഇത് മാറുന്നില്ല. എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണുമ്പോഴായിരിക്കും ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറയുന്നു, ദേ അവിടെ ഈ കംപ്ലൈൻറ്റ് വന്ന് കൂടിയിട്ട് അവിടെ ചെറിയൊരു സ്പർ, ഒരു ആണി പോലെ ഫോം ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ വേണം എന്ന് പറയുന്ന ഒരവസ്ഥ. എന്താണ് ഈ ഉപ്പൂറ്റി വേദന? ഈ ഉപ്പൂറ്റി വേദന വന്നു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഇത് ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നമായതുകൊണ്ടാണ് പണ്ടൊരിക്കൽ ഞാനിതിൻ്റെ വ്യായാമങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഇത് ഞാനിപ്പോൾ വിശദീകരിക്കേണ്ടി വരുന്നത്. ഉപ്പൂറ്റി വേദന എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയും. നമ്മുടെ ഉള്ളംകാലിൽ, ഇതിപ്പം ഉപ്പൂറ്റിയാണെന്ന് വയ്ക്കുക, ഉപ്പൂറ്റിയുടെ ഉള്ളിൽ താഴെ കവർ ചെയ്യുന്ന മസിലാണ് നമ്മൾ ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. ഈ ഫേഷ്യയ്ക്ക് വരുന്ന നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, അതാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ്. ആ ഒരു കണ്ടീഷനാണ് ഉപ്പൂറ്റി വേദന. എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ കുറേ നേരം റെസ്റ്റ് ചെയ്യുമ്പോഴോ അതിനുശേഷം നമ്മൾ കാല് തൊടുന്ന സമയത്ത് വേദന വരുന്നതെന്നറിയാവോ? നമ്മൾ കുറേ നേരം, നമ്മളിപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ പകലോ കണ്ടിന്യൂസ് കുറേ നേരം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ നീർക്കെട്ട് വന്ന, ഇൻഫ്ലമേഷൻ വന്ന ഈ ഫേഷ്യ ക്രമേണ ചുരുങ്ങി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് ചുരുങ്ങിയിരിക്കുന്ന സമയത്താണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിലത്തേക്ക് ചവിട്ടുന്നത്. നിലത്തേക്ക് ചവിട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് ഈ മസിലിന് വലിയേണ്ടി വരും, കാരണം മൂവ് ചെയ്യുമ്പോൾ വലിയേണ്ടി വരും. ഈ വലിയുന്ന സമയത്ത് പെട്ടെന്ന് വേദന വരും. കുറച്ചു നേരം നമ്മളിപ്പോൾ ഒന്ന് നടന്ന് ഈ മസിൽ നന്നായിട്ട് ഇങ്ങനെ വലിയുകയും ചുരുങ്ങുകയും ചെയ്യുന്ന സമയത്ത് ഈ വേദന കുറയുകയും നമുക്ക് പിന്നെ ക്രമേണ നടക്കാൻ പറ്റുകയും ചെയ്യും. നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ പ്രശ്നം തന്നെ വീണ്ടും ആവർത്തിക്കും. ഈ ഫേഷ്യ വീണ്ടും വല്ലാണ്ട് ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരാം. ഇതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പലപ്പോഴും ഈ ഉപ്പൂറ്റി വേദന വിട്ടുമാറാതെ വരുന്നത്, നമുക്ക് നടക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ കൂടുതൽ വരുന്നതെന്ന് വിശദീകരിക്കാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് പണ്ട് മനുഷ്യർ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ചെരുപ്പിടാതെ നമ്മൾ മണ്ണിലും തറയിലും വീടിനകത്തുമെല്ലാം ധാരാളമായിട്ട് ഓടി നടന്ന് ചാടി അവരുടെ പാദത്തിന് നല്ല ഉറപ്പുണ്ടാവും, നമ്മുടെ ഉള്ളംകാലിലുള്ള ഫേഷ്യയ്ക്ക് നല്ല ഉറപ്പുണ്ടാവും, കട്ടിയുണ്ടാവും. കൂടാതെ ആ ഭാഗത്തുള്ള മസിലാണെങ്കിലും കൊഴുപ്പാണെങ്കിലും അത്യാവശ്യം പ്രഷറിനെ താങ്ങാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ശക്തമായിട്ട് നമ്മൾ ചവിട്ടി നടക്കുന്ന സമയത്ത് നമ്മൾ താഴേക്ക് കൊടുക്കുന്ന പ്രഷർ പോലെ തന്നെ താഴെ നിന്ന് നമ്മുടെ പാദത്തിന് ഒരു പ്രഷർ വരുന്നുണ്ട്. അത് നമ്മുടെ പ്രതലത്തിന്റെ കട്ടി അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് നടന്ന് ഓടി ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പാദത്തിന്റെ ഭാഗത്ത് നല്ല ഉറപ്പുണ്ടാകുകയും നമുക്ക് ഈ പ്രശ്നമൊന്നും വരത്തുമില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കിയേ, ജനിച്ച് പാദം നിലത്ത് വയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചെരുപ്പിട്ടാണ് നടത്തുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഓടുക നടക്കുക എന്ന് പറയുന്ന പോസിബിലിറ്റി, എക്സസൈസ് എന്ന് പറയുന്നത് വളരെ കുറവ്. ഈ ഒരു രീതിക്ക് വളർന്നു വരുന്നവരായിരിക്കും പലപ്പോഴും ഒരു 20-22 വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് നോർമലി വേണ്ടതിനേക്കാൾ ഒരല്പം കൂടെ വെയിറ്റ് വയ്ക്കുന്നു. ശരീരഭാരം കൂടുന്നത് നമ്മുടെ ഉള്ളംകാലിൽ ഈ ഭാഗത്തുള്ള ഫേഷ്യയ്ക്ക് ഭയങ്കര പ്രഷർ വരും. ഈ പ്രഷർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഭാഗത്ത് നീർക്കെട്ട് വളരെ പെട്ടെന്നുണ്ടാവും. ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു അവസ്ഥ ഇങ്ങനെ ചെറുപ്പക്കാരിൽ വരെ ഇന്ന് കൂടി വരുന്നത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം മണ്ണിനകത്ത് നടക്കുന്നു, അതേപോലെ ഇപ്പം വീട്ടിനകത്താണെങ്കിലും ഇപ്പോഴത്തെ പോലെ ഉപയോഗിച്ചിരുന്ന ടൈപ്പല്ല, മൊസൈക്ക് തറകളൊക്കെ ആയിരുന്നു, അതിന് കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. എന്നാൽ ഇപ്പോഴത്തെ തറ എന്ന് പറയുന്നത് മാർബിൾ, ഗ്രാനൈറ്റ്, കട്ടിയേറിയ വിട്രിഫൈഡ് ടൈൽസ് ആണ്. അതായത് പ്രതലം വളരെ കട്ടിയുള്ളതാണ്. ഈ കട്ടിയുള്ള പ്രതലത്തിൽ നമ്മൾ ചവിട്ടി നടക്കുമ്പോൾ നമ്മുടെ കാലിലേക്ക് വരുന്ന പ്രഷർ കൂടുതലായിരിക്കുകയും ഇതും നമുക്ക് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസിന്, ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണമായിട്ട് വരികയും ചെയ്യും. കൂടാതെ യൂറിക് ആസിഡ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, പലപ്പോഴും ഇപ്പോൾ 2 കാലിലും ഉപ്പൂറ്റിക്ക് വേദനയുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂറിക് ആസിഡിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ നമുക്ക് പലപ്പോഴും ഇപ്പോൾ പ്രമേഹ രോഗമുണ്ട്, അമിതവണ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടാക്കാറുണ്ട്. കൂടാതെ നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലുകൾ, മസിലുകൾ പൊതുവെ വീക്കാണ്, നിങ്ങൾ വ്യായാമം ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ഉപ്പൂറ്റി വേദന വളരെ പെട്ടെന്ന് വന്നു എന്ന് വരാം. നിങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സന്ധിവാദങ്ങൾ, ഇപ്പോൾ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ടെൻഡൻസി ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ്, ANA പോലുള്ള കണ്ടീഷൻസ് പോസിറ്റീവ്, SLE ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഉപ്പൂറ്റി വേദന വളരെ പെട്ടെന്ന് ഉണ്ടായിന്ന് വരാം. സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൽ വരുന്ന ചില ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൈറോയ്ഡ് മെറ്റബോളിസിന് വേരിയേഷൻ ഉണ്ടെങ്കിലും ഉപ്പൂറ്റി വേദന കണ്ടുവന്ന് വരാം.
ഇനി ഈ ഉപ്പൂറ്റി വേദന ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫേഷ്യൽ മസിലുകൾ ചുരുങ്ങിയിരിക്കുന്നതാണ് നമുക്ക് ഈ വേദനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. സോ നമ്മൾ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ ചുരുക്കം മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഈ പാദത്തിന്റെ ഈ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുകയും വേദന പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇതിന്റെ മാർഗം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, ഇത് പാദമാണെന്ന് സങ്കല്പിക്കുക, നിങ്ങൾ കിടക്കുകയാണ്, പാദം ഇങ്ങനെ ചുരുക്കുക, നിവർത്തുക, ഇങ്ങനെ ചുരുക്കുക, നിവർത്തുക. നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ വ്യായാമം ഒരു 10 മുതൽ 20 തവണ വരെ ആവർത്തിക്കുക. ഇത് കാഫ് മസിലിനുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. കൂടാതെ നിങ്ങളിപ്പോൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷം നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് സ്റ്റെപ്പ് ഉണ്ടാവില്ലേ, സ്റ്റെപ്പിൽ നിങ്ങൾ പാദം, ഇതിപ്പോൾ നിങ്ങളുടെ കാലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലിൻ്റെ മുൻവശം സ്റ്റെപ്പിൽ ഇങ്ങനെ വന്ന് അമർത്തുക, എന്നിട്ട് കാലിങ്ങനെ ഉയർത്തുക. കാഫ് റൈസ് എന്ന് പറയും, അതായത് കാലിന്റെ വണ്ണയ്ക്ക് ചെയ്യുന്ന എക്സസൈസ് ആണ്. ഈ കാഫ് റൈസ് എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് ഈ ഉപ്പൂറ്റിയിലുള്ള മസിലുകളുടെ സ്ട്രെച്ചിങ്, ആ ഒരു ഇൻഫ്ലമേഷൻ കുറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേദന വരും, പക്ഷെ സാരമില്ല, ഇത് മാറി വരും. നിങ്ങൾ ഇങ്ങനെ, ഇത് സ്റ്റെപ്പാണെന്ന് വയ്ക്കുക, ഇത് നിങ്ങളുടെ ഉപ്പൂറ്റിയാണ്. നിങ്ങൾ ഇങ്ങനെ ഈ അറ്റത്ത് ചവിട്ടിയിട്ട് നിങ്ങളുടെ കാല് ഇങ്ങനെ താഴ്ത്തുക, ഉയർത്തുക, താഴ്ത്തുക, ഇങ്ങനെ ഉയർത്തുക, ഇങ്ങനെ താഴ്ത്തുക, ഉയർത്തുക, ഒരു 10 തവണ ചെയ്യുക. ഇങ്ങനെ ദിവസത്തിൽ ഒരു 3 നേരം വെച്ച് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ കാഫ് റൈസ് എക്സസൈസ് തുടർച്ചയായിട്ട് ദിവസത്തിൽ 3 നേരം വെച്ച് ആവർത്തിക്കുന്നതും നിങ്ങൾക്ക് ഈ ഉപ്പൂറ്റി വേദന വളരെ പെട്ടെന്ന് കുറയ്ക്കുന്നതിന് സഹായിക്കും. ഇതുകൂടാതെ നിങ്ങൾക്ക് ആ ഭാഗത്തുള്ള നീർക്കെട്ട് കുറയ്ക്കുന്നതിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, അതായത് പൊള്ളുന്നതിനെക്കാട്ടിയും തൊട്ട് താഴെയുള്ള, അതായത് ചെറു ചൂട് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇത്തിരി ഉപ്പിടുക. ഉപ്പിട്ട് വെള്ളത്തിനകത്ത് നിങ്ങൾ ഈ പാദം ഒരു 5 മിനിറ്റ് മുക്കി വയ്ക്കുക. ഇത് നമ്മുടെ ശരീരത്തിലെ ഏതൊരു ഭാഗത്തും ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വന്നാൽ ഉപ്പിട്ട് ചൂട് പിടിച്ചാൽ കുറയുമെന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഈ ഉപ്പൂറ്റിയിൽ ഈ മസിലിന്റെ നീർക്കെട്ട് കുറയുന്നതിന് നമുക്ക് ഈ പാദം ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഇതല്ലാതെ മറ്റൊരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുക്കുക, അതായത് ഐസ് വാട്ടർ എടുക്കുക, ഒരു പാത്രത്തിൽ ഇത്തിരി ചൂടുവെള്ളം എടുക്കുക. നിങ്ങൾ തണുത്ത വെള്ളത്തിനകത്ത് ഒരു 1 മിനിറ്റ് പാദം മുക്കി വയ്ക്കുക, അപ്പോൾ തന്നെ എടുത്ത് ചൂടുവെള്ളത്തിൽ 1 മിനിറ്റ് മുക്കി വയ്ക്കുക. ഇങ്ങനെ തുടർച്ചയായിട്ട് ആവർത്തിക്കുക. ദിവസത്തിൽ 1 നേരം ഈ ഒരു വ്യായാമം ചെയ്യാനായിട്ട് നോക്കുക. മറ്റൊരു മാർഗം, നിങ്ങളുടെ വീട്ടിൽ വെള്ളം വാങ്ങുന്ന, മിനറൽ വാട്ടർ വാങ്ങുന്ന ബോട്ടിലില്ലേ, ഈ ബോട്ടിലിനകത്ത് വെള്ളം നിറച്ചിട്ട് നിങ്ങൾ ഫ്രീസറിനകത്ത് വെച്ചേക്കുക. ഫ്രീസറിൽ തന്നെ സ്ഥിരമായിട്ട് ഇരുന്നോട്ടെ, അത് തണുത്ത ഐസ് കട്ടായിട്ടിരിക്കും. എന്നിട്ട് വീട്ടിൽ നിങ്ങളിപ്പോൾ അടുക്കളപ്പണി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ TV കാണുന്ന സമയത്തെല്ലാം ഈ കുപ്പി എടുത്തുകൊണ്ട് വന്ന് നിലത്ത് വെച്ചതിന് ശേഷം, ഇത് കുപ്പിയാണ്, ഇത് നിങ്ങളുടെ പാദമാണ്, ഇതിൻ്റെ മുകളിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി ഉരുട്ടുക. ഇത് നിങ്ങളൊരു 2-3 മിനിറ്റ് ചെയ്യുക. ഇങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ചെയ്യുക. ഇങ്ങനെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഈ കുപ്പി, ഐസ് വെള്ളം നിറച്ച കുപ്പി നിങ്ങൾ കഴുകി തുടച്ച് വീണ്ടും ഫ്രീസറിൽ തന്നെ വെച്ചേക്കുക. ഈ ഒരു വ്യായാമവും നിങ്ങളുടെ ഉള്ളംകാലിൽ വരുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആയുർവേദത്തിലുള്ള ഈ മുറുവെണ്ണയില്ലേ, മുറുവെണ്ണ നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. മുറുവെണ്ണ ഉപയോഗിക്കേണ്ടത്, ഇതിപ്പോൾ നിങ്ങളുടെ ഉപ്പൂറ്റിയാണെന്നിരിക്കട്ടെ, ഉപ്പൂറ്റിയുടെ താഴത്തെ ഭാഗം നിങ്ങൾ ചവിട്ടുന്നുണ്ട്, നല്ല കട്ടി ഉണ്ടാവും. ഈ ഉപ്പൂറ്റിയുടെ ഒരു അല്പം സൈഡിൽ കട്ടി കുറഞ്ഞ സ്ഥലം ഉണ്ടാവും. ഈ 2 സ്ഥലങ്ങളിലും നിങ്ങൾ ഈ ഒരു ഗോസില്ലേ, നമ്മൾ സാധാരണ ഈ മുറിവൊക്കെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗോസ് വാങ്ങിച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ മുറിവെണ്ണ ഒരു ടേബിൾ സ്പൂണിലെടുത്ത് നിങ്ങൾ ഗ്യാസിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കിയ മുറിവെണ്ണ നിങ്ങൾ ഈ ഗോസിനകത്ത് ഒഴിച്ച് നിങ്ങളുടെ ഈ ഉപ്പൂറ്റിയുടെ ഇരുവശങ്ങൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് വച്ച് നിങ്ങൾ കെട്ടിവെക്കുക. രാത്രി ഓവർനൈറ്റ് കെട്ടിവെക്കുക. ഇതും നിങ്ങൾക്ക് ഈ വേദന തുടർച്ചയായിട്ട് ഒരു 4-5 ദിവസം ചെയ്യുന്നതും ഉപ്പൂറ്റിയിൽ വരുന്ന ഈ വേദന പെട്ടെന്ന് തന്നെ കുറയുന്നതിന് സഹായിക്കും. കൂടാതെ നിങ്ങളുടെ ശരീരത്തിൽ ഈ നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥകൾ ഒന്ന് ഒഴിവാക്കുക. അതായത് കുളിച്ചിട്ട് നിങ്ങൾ പോയി വേർക്കുക, കുളിച്ചിട്ട് പോയി വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ വേർത്തിട്ട് വന്ന ഉടൻ തലയിൽ കൂടെ ദേഹത്തൂടെ വെള്ളം കോരി ഒഴിക്കുക, തലയിൽ നിറയെ എണ്ണ തേച്ച് കുളിച്ചിട്ട് പോയി വേർക്കുക അല്ലെങ്കിൽ വെയിൽ കൊള്ളുക. ഈ ഒരു രീതിയെല്ലാം കഴിയുന്നത്ര ഒന്ന് ഒഴിവാക്കുക. ഇതും നിങ്ങളുടെ ഉള്ളംകാലിൽ ഈ ഉപ്പൂറ്റി വേദന വളരെ പെട്ടെന്ന് മാറുന്നതിന് സഹായിക്കും. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ വളരെ കട്ടിയുള്ള പ്രതലത്തിൽ ചവിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് മൈക്രോ സെല്ലുലാർ റബ്ബർ കൊണ്ടുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക. അത് ഒരല്പം വില കൂടിയ ഇനത്തിലുള്ള റബ്ബർ ഉപയോഗിച്ചിട്ടുള്ള ചെരുപ്പുകളാണ്. മൈക്രോ സെല്ലുലാർ റബ്ബർ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബറാണ്. ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ചെരുപ്പുകൾ എന്ന് പറയുന്നത്
നമുക്ക് പാദത്തിന് നല്ലൊരു കുഷൻ എഫക്റ്റ് നൽകുന്നതിന് സഹായിക്കും. നിങ്ങൾ ഷൂ ആണ് അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സിലിക്കൺ ജെല്ല്, അത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. സിലിക്കൺ ജെല്ല് വാങ്ങി ഷൂവിനകത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ പാദം അതിനകത്ത് ഫിറ്റിൻ ചെയ്യുക. കാരണം നിങ്ങൾ സിലിക്കൺ ജെല്ല് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചവിട്ടുന്ന സമയത്ത് അതൊരു സോഫ്റ്റ് കുഷൻ പോലെ വർക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ഈ ഒരു ഉപ്പൂറ്റിയിലേക്ക് അമിതമായി പ്രഷർ വരുന്ന ഒരു ടെൻഡൻസി ഒഴിവാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അമിതമായിട്ട് ഉപ്പൂറ്റി വേദന ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം ടോട്ടൽ ഉള്ളതിന്റെ 10% വെയിറ്റ് കുറയ്ക്കുക. ഉദാഹരണം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 85 കിലോ ശരീരഭാരം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരഭാരത്തിന്റെ 10%, ഒരു 8.5 കിലോ കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും ഈ ഉപ്പൂറ്റി വേദന മാറും. ഞാനിവിടെ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപ്പൂറ്റി വേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് കുറച്ച് ദിവസം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും ചെറുപ്പക്കാരെ ഉൾപ്പെടെ അലട്ടുന്ന വലിയൊരു കോമൺ പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.